അങ്ങനെ മഡ്ഗോവ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോണത് തിവിംകാണ്. ഞങ്ങളെ ട്രെയിനിലാണെങ്കിൽ 1.5 മണിക്കൂർ കഴിഞ്ഞു. ഞങ്ങളെ പെട്ടി കിടക്കൊക്കെ എടുത്തിട്ട് അതേമാതിരി ഇരുന്നാലോ ഞങ്ങളൊന്ന് ആലോചിച്ചു. പക്ഷെ ഇരിക്കാനുള്ള മൂഡ് വേണ്ടിയിരുന്നില്ല. അതിന്റെ ഇടയ്ക്ക് ഞാനൊരു പച്ച കളറുള്ളൂ, അതിലൊരു ചുവപ്പ് കളറുള്ളൂ. ഈ അതിൽ പെരട്ട മൊണ്ണനോട് പറഞ്ഞത് അത് അലാക്കിന്റെ ടേസ്റ്റ് ആണ്, മറ്റേതാണ് മറിച്ചതാണ്. ഇതെടുത്ത് മുണുങ്ങനെക്കാട്ടിലും മെച്ചം വല്ല 15 ടോണി കുടിക്കണേ. ഷെബിക്ക് പിന്നെ ആരാണ് എന്താണെന്നൊന്നുമില്ല, എല്ലാം കയറി. അങ്ങനെ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും ഇല്ലാത്ത ചെറുക്കനാണ്. ലിസിക്കാണെങ്കിൽ ഇവിടുത്തെ ട്രെയിനത്തെ ബംഗാളി ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഒരു ലസ്സി കൊടുത്തു. എന്നിട്ട് ആ സാധനം വലിച്ചു മൂന്നിട്ട് അവസാനത്തെ ഒരു എക്സ്പ്രഷൻ. അങ്ങനെ തിവിം സ്റ്റേഷനിൽ നമ്മളിപ്പോ ട്രെയിനിൽ കണ്ടിട്ട് കണ്ണൂരാരും സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോ AMK പുതിയ പരാതി. ഇതെല്ലാത്തിലും TV കണ്ടോ, ഇത് പ്രൊമോഷൻ അല്ല കേട്ടോ, പക്ഷെ എല്ലാവരും ഇവിടുന്ന് കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. പറയും ഫാമിലി റെസ്റ്റോറന്റ്. അങ്ങനെ തിവിംന്ന് ഞങ്ങൾ മബ്സേക്ക് ബസ് കയറി. ഏത് ബസ്? ഗോവൻ ബസ്. ആ ബസ്സിലാണെങ്കിൽ ഇല്ലാത്ത നാട്ടുകാരും ഇക്കാണെങ്കിൽ ബസ്സിന്റെ നിലത്ത് കാലുത്താനും പറ്റുന്നില്ല. ഞാനൊക്കെ ഏതോ തന്തന്റെ പള്ളം. ഇതാണ് ഞങ്ങൾ വന്ന ഗജപോക്കിൽ. ഇതിനെ പറ്റി റിവ്യൂ പറയുകയാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്, അഡ്വഞ്ചറസ് ഫീലിംഗ് ആണ്. ഇനി ഇവിടുന്ന് അടുത്ത ബസ് കയറുന്നത് അഞ്ജുന ബീച്ചിക്കാണ്. അവിടുന്ന് ഞങ്ങൾ 2 റൂം. AMK ഹിന്ദി അറിയണോണ്ട് മാത്രമേ ഞങ്ങൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവിടെ വായും പൊളിച്ച് നിൽക്കേണ്ടി. ഇംഗ്ലീഷ് പറഞ്ഞിട്ടാണ് ഞാൻ ചങ്ങായിമാർക്ക് മനസ്സിലാവണില്ല. ഞങ്ങളെ റൂമാണ് ഈ സീനാണ്. പുതപ്പുകൊണ്ട് പണിത ചരയണ്ണ ദമ്പതികളൊക്കെ ഉണ്ട്. ഇവരെന്ത് ചെയ്യുന്നു? പുതപ്പിന്റെ ലിപ്ലോക്ക് അടിക്കും. വേറെ ഇവിടെ എന്താ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ കണ്ണാടിയും വാഷ് ബേസും പിന്നെ ഒരു യൂറോപ്യൻ ക്ലോസറ്റും പിന്നെ വെള്ളം വരുന്ന ഷവറും ഉണ്ട്. പിന്നെ തന്നെ ഒരു ബാത്റൂമിൽ ഉണ്ടാവുക. പിന്നെ ഞങ്ങളൊന്ന് ഫ്രഷ് ആയി. പിന്നെ ഞാനൊന്ന് തിരിഞ്ഞു വേണ്ടി വലിയൊരു ഡാർക്ക് പാക്കേഷൻ അവിടെ കിടക്കും. ഓണറിനോട് ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് ബ്ലഷ് അടിച്ചു. ഓന്റെ നിപ്പുണ്ട് തോന്നുന്നു. ഷെഡ് അവനെ പ്രൊപ്പോസ് ചെയ്ത മാതിരിയാണ്. കുളിച്ചതിന് മാറ്റിപ്പോ ഞാൻ വേറെ ലുക്ക് തന്നെ ആയിക്കണു അല്ലേ. എനിക്ക് ഇങ്ങോട്ട് ഞങ്ങളുടെ ക്രഷ് അടിക്കുക. അങ്ങനെ 4 മണിക്കത്തെ സൂര്യചുംബനം ഞങ്ങൾ 3 ആൾ ഒരുമിച്ച് പോകും. ഇവിടുത്തെ പശുവിനെക്കാട്ടിൽ മെച്ചെന്ന കേരളത്തിലെ പശുവാണ്. ഇവർക്ക് പ്രൈവസി പോളിസി ഒന്നുമില്ല, ഒക്കെ പബ്ലിക്. ഇവിടുത്തെ മനുഷ്യന്മാരെ എന്തായാലും ഞങ്ങളൊന്നും തലടാൻ പോയിട്ടില്ല, ഒക്കെ യു ക്യാരി എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്. പിന്നെ വെറുതെ ആവശ്യമില്ലാതെ മാങ്ങി പൈനാപ്പിളും വെറുതെ തിന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ കോസ്റ്റ്യൂം അങ്ങോട്ട് മാറ്റാൻ തോന്നി. ഒരു കട കയറിയിട്ട് അരേ ബായ് ഗോവൻ പാവാട കഹാ എന്ന് ചോദിച്ചപ്പോൾ അപ്പൊ റിപ്ലൈ ഒന്നും നോ ക്യാമറ, വി ഫോൺ എടുത്ത് വലിച്ചെറിയും. എന്തായാലും സാധനം സക്സസ്ഫുള്ളി വാങ്ങി. ഇതാണ് ഗോവൻ പാവാട. AMKന്റെയും ചോപ്പ് ആനൊക്കെ ഉണ്ട്, ഷെബിന്റെയും പച്ചയും ഇന്ത്യയും കാപ്പി. ഇപ്പൊ ആരെയും ഞങ്ങളെ കണ്ടുപോയി ഒരേ സ്വരത്തിൽ ഒറ്റ വാക്കേ പറയണ്ടാവുള്ളൂ. ഗോവൻ ചപ്രി. യെസ്, ഞങ്ങൾ കേരള ചപ്രി വിട്ട് ഗോവൻ ചപ്രി ആയിരിക്കും. ഇക്ക് മാത്രമാണ് AMKനെ കണ്ടിട്ട് സർക്കസും ചാടി പോകുന്ന മൊയന്തിന്റെ മാതിരി തോന്നുന്നത്. അങ്ങനെ അഞ്ജുന ബീച്ച് കയറി. ഇവിടുത്തെ ട്വിസ്റ്റ് എന്താ വെച്ചാൽ ഇവിടെ മണലിന് പകരം വെട്ടല്ലേ. അവിടുന്ന് തന്നെ അടുത്ത മിഷൻ വെച്ചു. ഇന്റെ പ്രേക്ഷകർ എന്തായാലും മണലുള്ള ഗോവന അടുത്ത വീഡിയോയിൽ കാണിക്കും. അങ്ങനെ നൈറ്റ് ഫുഡ് കഴിക്കുന്നപ്പോ ഹോട്ടലിൽ മലയാളം പാട്ട് വെക്കണം ഒരേ നിർബന്ധം. കണ്ണാണാത്ത ബനാണെങ്കിൽ എന്തൊക്കെയാ പിടിച്ച് നിൽക്കണുണ്ട്. പിന്നെ കണ്ണാണ്ട ലെസിക് റിമോട്ട് കൊടുത്തു. പിന്നെയാണ് മനസ്സിലായത് അതിന് ABCD അറിയില്ല. പിന്നെ അവിടുത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ചിക്കൻ പീസ് ഒക്കെ എടുത്ത് കുഴച്ചിട്ട് മെല്ലെ വായൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരേ സ്വരത്തിൽ പറയുന്നത് 5 പൈസക്കില്ല. ഒരു ചോയും പുളിയില്ലാത്ത സാധനം. പള്ളാർക്കണി ഇനി കഴിച്ചിട്ടുള്ള കാര്യമാണ്. ഗോവ സീരീസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് പാർട്ട് കാണണമെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചോളി. ബൈ.